മലയാള സിനിമയിലെ തമാശകളോട് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ്. എത്ര പുതിയ സിനിമകൾ വന്നാലും ഈ ഡയലോഗുകൾക്ക് പകരമാവില്ല. ഓരോ തമാശകളും ജനഹൃദയങ്ങൾ ഇരു കൈകളും നീട്ടി ഏറ്റെടുത്തിരിക്കുന്നു. ഇവയെല്ലാം നമ്മെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചില സിനിമകളിലെ 10 തമാശകൾ ഇതാ. ദിലീപും കാവ്യമാധവനും ഒന്നിച്ച മീശമാധവൻ എന്ന ചിത്രത്തിലും അവിസ്മരണീയമായ നിരവധി സംഭാഷണങ്ങളുണ്ട്. അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി എന്ന കഥാപാത്രമായി എത്തിയ സലിംകുമാർ പറഞ്ഞ രസകരമായ ഡയലോഗാണിത്. ഞാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ഈ ഡയലോഗ് കാവ്യമാധവനും ദിലീപും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന തിളക്കം എന്ന കോമഡി ചിത്രത്തിലേതാണ്. സലിംകുമാറും ദിലീപും തമ്മിലുള്ള രസകരമായ വേറിട്ട നിമിഷങ്ങളിൽ ഒന്നാണിത്. മമ്മൂട്ടിയുടെ കരിയറിൽ നിർണായക വഴിത്തിരിവായി. അവിസ്മരണീയമായ നിരവധി ഡയലോഗുകൾ ഈ ചിത്രത്തിലുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന്, കൊച്ചി പഴയ കൊച്ചിയായിരിക്കില്ല, പക്ഷേ ബിലാല് തീർച്ചയായും പഴയ ബിലാല് തന്നെ. ഇപ്പോഴും സിദ്ദിഖ് ലാലിന്റെ രസകരമായ മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന സിനിമയിൽ ജനാർദ്ദനൻ പറഞ്ഞ ഡയലോഗ് നമ്മുടെ സംഭാഷണങ്ങളിലെ സ്ഥിരം വാചകമായി തുടരുന്നു. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ തങ്കപ്പൻ. മമ്മൂട്ടിയുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലെ സംഭാഷണം 1989 വരെ ജനപ്രീതിയിൽ കുതിച്ചുയർന്നു. അതിന്റെ തിളക്കം ഇപ്പോഴും നിലനിൽക്കുന്നു, പലരുടെയും ഓർമ്മകളിൽ പതിഞ്ഞിരിക്കുന്നു. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും ചേർന്ന് നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ അവിസ്മരണീയമായ ഡയലോഗ് ഭംഗിയായി അവതരിപ്പിച്ചു. അതിപ്പോഴും ഹിറ്റായി തുടരുന്നുണ്ട്. അങ്ങനെ പവനായി ശവമായി. ഓ അത് ശരി, അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണല്ലേ? ശ്രീനിവാസനും മാമുക്കോയും ചേർന്നൊരുക്കിയ ഈ രംഗങ്ങൾ ഇന്നും മലയാളികളെ ഉറക്കി ചിരിപ്പിക്കുന്നു. മലയാളത്തിലെ ഐക്കണിക് കോമഡി ഹിറ്റായ കിലുക്കം പുറത്തിറങ്ങി 3 പതിറ്റാണ്ട് പിന്നിട്ടെങ്കിലും ഈ പ്രത്യേക സംഭാഷണം ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിൽക്കുന്നു. ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. കഥാപാത്രങ്ങൾ കാർ ഓടിക്കാൻ പഠിക്കുന്ന തലയണമന്ത്രം എന്ന ചിത്രത്തിലെ കാലാതീതമായ കോമഡി രംഗം ഇന്നും പ്രിയപ്പെട്ടതാണ്. ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ സംഭവിച്ചാ മലയാളത്തിലെ എക്കാലത്തെയും രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ചിത്രമായ സന്ദേശത്തിൽ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന നിരവധി രംഗങ്ങളുണ്ട്. ശ്രീനിവാസന്റെയും സത്യൻ അന്തിക്കാടിന്റെയും കൂട്ടായ പരിശ്രമം ആരാധക ഹൃദയത്തിൽ ഇന്നും നിലനിൽക്കുന്നു. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല.